24 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി വെച്ച് 81 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ തയ്യാറാക്കി നീതി നിഷേധിക്കപ്പെട്ടവൻ എന്ന് സ്വന്തമായി എഴുതി അങ്ങനെ ഒരു പ്ലക്കാർഡ് കഴുത്തിൽ തൂക്കി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക, തൂങ്ങി മരിക്കുക. ഇത് കേട്ടുകേഴ്വിയില്ലാത്ത സംഭവമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എത്ര പേജ് ആത്മഹത്യാക്കുറിപ്പിന് എത്ര പേജ് ദൈർഘ്യമുണ്ടാകും എന്നൊരു കണക്കൊന്നും വയ്ക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ UP സ്വദേശിയായ അതുൽ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ബംഗളൂരുവിൽ അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തിന് സമീപം താമസിക്കുന്ന കോട്ടേജിൽ തൂങ്ങി മരിക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പിൻ്റെ പേജുകളുടെ എണ്ണം 24 ആ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഇപ്പോൾ രാജ്യമെങ്ങുമുള്ള മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഹൃദയമുള്ള എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുകയാണ്. ആ ആത്മഹത്യാക്കുറിപ്പിലെ ഉള്ളടക്കം ആരുടെയും നെഞ്ച് പൊട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ കണ്ണീരിൻ്റെ കഥയാണ്. എന്തിനാണ് അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തത്? ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു പോകാമെങ്കിലും നമ്മുടെ കരൾ ഇടയ്ക്കിടയ്ക്ക് പിടഞ്ഞു പോകും. അത്രമാത്രം സങ്കീർണമായിരുന്നു അതുൽ സുഭാഷിൻ്റെ ജീവിതം. 2019 വരെ അതുൽ സുഭാഷ് സുഖകരമായി ജീവിച്ചു എന്ന് പറയാം. 2019 അതുലിൻ്റെ വിവാഹം. നികിത എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ ജനറൽ മാനേജറായ അതുൽ സുഭാഷ് വിവാഹം കഴിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ ഭാര്യ പിണങ്ങിപ്പോകുന്നു. പിന്നീട് നിരന്തരം കേസുകൾ, കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം, അങ്ങനെ തുടങ്ങി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അതുൽ സുഭാഷിനെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത് നിരവധി കേസുകൾ. ഒടുവിൽ വിവാഹമോചന ഹർജി കോടതി തീർപ്പാക്കുമ്പോൾ അതുലിനോട് പറഞ്ഞു 80,000 രൂപ കുഞ്ഞിൻ്റെ ചിലവിന് വേണ്ടി പ്രതിമാസം കൊടുക്കണം. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതുലിന് നികിത എന്ന ഭാര്യയിൽ നിന്ന് വിളിയെത്തി. കുഞ്ഞിന് പ്രതിമാസം 2 ലക്ഷം രൂപ വേണം. പിന്നെ നിങ്ങൾക്കെതിരെ കൊടുത്ത കേസുകൾ അതൊക്കെ തീർപ്പാക്കണമെങ്കിൽ, അതൊക്കെ ഞാൻ വിഡ്രോ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതികളൊക്കെ പിൻവലിക്കണമെങ്കിൽ എനിക്ക് 3 കോടി രൂപ വേണം. ഇത് കേട്ട് അതുലാകെ തകർന്നു പോയി. കാരണം കഴിഞ്ഞ 4 വർഷമായി അതുൽ മകനെ കണ്ടിട്ടില്ല. മകനെ കാണണമെങ്കിൽ 30 ലക്ഷം രൂപ വേണമെന്ന് ഈ സ്ത്രീ അതുലിനോട് ആവശ്യപ്പെട്ടു. നിരന്തരം കള്ളക്കേസുകൾ, കൊലപാതക ശ്രമം, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗാർഹിക പീഡനം, അങ്ങനെ ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധം മാനസിക സംഘർഷത്തിന് അടിമയാക്കുന്നു. ഈ അവസരത്തിൽ അയാൾ തീരുമാനിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ഭാര്യ അറിഞ്ഞാൽ വീണ്ടും അവർ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. വീണ്ടും പണത്തിന് വേണ്ടി എൻ്റെ മകനെ എടുത്തു കാണിച്ചിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ നല്ലത് ഞാൻ ജീവനൊടുക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളോടെങ്കിലും അവരോടെങ്കിലും ഞാൻ കരുണ കാണിക്കണം. ഞാൻ മുഖാന്തരം അവർ നാണം കെടാൻ പാടില്ല, അവർ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പാടില്ല, അവർ കോടതിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ 24 പേജ് എഴുതുന്നത്. 81 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പങ്കുവയ്ക്കുന്നത്. അതിൽ പറയുന്നു, മോനെ, എനിക്ക് നിൻ്റെ മുഖം ഇപ്പോൾ ഓർമ്മയില്ല. ആലോചിച്ച് നോക്കുക. അദ്ദേഹം ആ അച്ഛൻ കണ്ണീരോടുകൂടി എഴുതുകയാണ്, മോനെ, നിനക്ക് 1 വയസ്സുള്ളപ്പോഴാണ് അമ്മ നിന്നെ എൻ്റെ പക്കൽ നിന്ന് എടുത്തുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിയത്. എനിക്ക് നിൻ്റെ മുഖം ഓർമ്മയില്ല. നീ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. നിനക്കൊപ്പം ജീവിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കില്ലല്ലോ. നീ വളർന്ന് കോളേജിലെത്തുമ്പോൾ നിനക്ക് ഒരു കാറ് സമ്മാനമായി തരണം. അതിനുള്ള സമ്പാദ്യം അച്ഛൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതോർത്ത് ചിരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, എന്തൊരു മണ്ടനാണ്. ഭാര്യ നികിത എൻ്റെ മകനെ എന്നെ കാണിച്ചു തരുമോ? അവന് 21 വയസ്സൊക്കെ ആകുമ്പോൾ അവൻ ഏത് തരത്തിലിരിക്കുമെന്ന് എനിക്കറിയാമോ? ഭാര്യ അതിന് അനുവദിക്കുമോ എന്നൊക്കെ ഓർത്ത് ഇദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് പറയുന്നു, സമൂഹത്തെയും ഈ സംവിധാനങ്ങളെയും മോന് വിശ്വസിക്കരുത്. സമൂഹത്തെ വിശ്വസിക്കരുത്, ഇവിടെയുള്ള സംവിധാനങ്ങളെ വിശ്വസിക്കരുത്. ഇവരതൊക്കെ പറഞ്ഞ് നിന്നെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ആരോടും കടപ്പാട് സൂക്ഷിക്കരുത്. ആരോടും കടപ്പാട് പാടില്ല. നല്ല തലയുയർത്തി നിൽക്കണമെങ്കിൽ കടപ്പാടുണ്ടെങ്കിൽ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല. ഈ സിസ്റ്റം നമ്മൾ അത്രമാത്രം കരിവാരി തെച്ചുകൊണ്ടേയിരിക്കും. ഒരിടത്തു നിന്നും നീതി ലഭിക്കില്ല. പിന്നെ സ്ത്രീ ശാക്തീകരണം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആശയമാണ്. പക്ഷേ ഇന്ന് എനിക്ക് വേദന തോന്നുന്നു. ഈ സ്ത്രീ ശാക്തീകരണം നല്ലതാണ്. പക്ഷേ എൻ്റെ പങ്കാളിയായ സ്ത്രീ എന്നോട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അവർക്ക് സ്ത്രീ ശാക്തീകരണം ഉള്ളതുകൊണ്ടാണോ? കോടതികളെല്ലാം അവർക്ക് അനുകൂലം, പോലീസ് സ്റ്റേഷനെല്ലാം അവർക്ക് അനുകൂലം. ഒരു സാധു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നു എന്ന് അദ്ദേഹം കണ്ണീരോട് എഴുതി വയ്ക്കുന്നു. അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം മകന് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലാകില്ല. മുതിർന്നു വരുമ്പോൾ മോനത് മനസ്സിലാക്കിയേക്കാം. അല്ല, മോന് ഈ അച്ഛനെ അറിയില്ലല്ലോ എന്നും എഴുതുന്നു. ഇത് ശരിക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകും, കണ്ണ് നിറഞ്ഞു പോകും. അതായത് അച്ഛൻ എന്ന വാക്കിനർത്ഥം മോൻ ഇപ്പോഴറിയില്ല, 4 വയസ്സല്ലേ ഉള്ളൂ. മോൻ വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം പിടികിട്ടിയേക്കാം. പക്ഷേ ഈ അച്ഛനെക്കുറിച്ച് മോൻ അറിയില്ലല്ലോ. കാരണം എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാം. എൻ്റെ മകന് സ്നേഹം തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, എനിക്ക് അനുവാദം ലഭിക്കുന്നില്ലല്ലോ എന്നും കത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ജീവിച്ചിരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുവെന്ന് നിൻ്റെ അമ്മ അറിഞ്ഞാൽ അപ്പോൾ തുടങ്ങും പ്രകോപനങ്ങൾ. നിന്നെ മുന്നിൽ നിർത്തിയായിരിക്കും എന്നെ ആക്രമിക്കുന്നത്. നിന്നെ കാണണമെങ്കിൽ 30 ലക്ഷം രൂപ വേണം, നിനക്ക് ചിലവിന് 2 ലക്ഷം രൂപ വേണം. അച്ഛൻ്റെ കയ്യിൽ അതൊന്നുമില്ല.
അച്ഛനൊരു ജനറൽ മാനേജർ മാത്രമാണ്. 80,000 രൂപ കോടതി തരാൻ പറഞ്ഞു. അത് തരാൻ ഞാൻ വില്ലിങ്ങാണ്. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ 3 കോടി രൂപ 30 ലക്ഷം രൂപ എന്നൊക്കെ ചോദിച്ച് എന്നെ പിഴിയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈവശം അതൊന്നുമില്ല. അതുകൊണ്ട് ജീവൻ ഒടുക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. കോടതി വിവാഹമോചന സമയത്ത് കൊടുക്കാൻ പറഞ്ഞത് വെറും 80,000 രൂപയായിരുന്നു. അതുപോലെ ഇതെല്ലാം പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് ബികാസ് കുമാർ എന്നാണ്. കാരണം അദ്ദേഹം ഈ അതുൽ സുഭാഷിൻ്റെ അനുജനാണ് ബികാസ് കുമാർ. ബികാസ് കുമാറാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. കാരണം തൻ്റെ ജ്യേഷ്ഠനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അവരുടെ ഇപ്പോൾ ഡൈവോഴ്സിലുള്ള ഭാര്യയും അവരുടെ കുടുംബവുമാണ്. അതുകൊണ്ട് അവരുടെ അമ്മ, അതുപോലെ തന്നെ സഹോദരൻ, ഒരമ്മാവൻ എന്നിവർക്കെതിരെ 4 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ആത്മഹത്യാ ശ്രമത്തിന് ഈ നികിതയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ, ശ്രീ ബാലചന്ദ്ര മേനോന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി. അതിൽ പറയുന്നു, പുരുഷനും ജീവിക്കാൻ അവകാശമുണ്ട്, പുരുഷനും മാന്യതയുണ്ട്, ബഹുമാനം അർഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷനും ധാർമ്മികമായ എല്ലാ അവകാശങ്ങളുമുണ്ട്. പുരുഷന്മാർ എല്ലാവരും ക്രൂരന്മാരാണ്, തെറ്റുകാരാണ് എന്ന മുൻവിധി ആർക്കും പാടില്ല. എങ്ങനെ പറഞ്ഞു പോകുന്ന വിധിന്യായമാണ് ഹൈക്കോടതി പറഞ്ഞത്. നമ്മുടെ കോടതികളിലാണ് നമുക്ക് ആശ്വാസമുള്ളത്, വിധിയുള്ളത്. അതുപോലെ തന്നെ കുടുംബ കോടതികളെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ശാസിച്ചിരുന്നു. വിധി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പാർഷ്യലായിട്ട്, അതിന് പക്ഷപാതപരമായ വിധികൾ പ്രഖ്യാപിക്കരുത്, ആരെയും അപകടത്തിലേക്ക് തള്ളിവിടുന്നത് പോലെ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ സംഭവം തന്നെ അതുൽ സുഭാഷിൻ്റെ കേസ് തന്നെ പഠിക്കുമ്പോൾ ഈ സ്ത്രീ നിരന്തരം കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതങ്ങനെ സ്ത്രീപീഡനം, മറ്റേ ഇത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കേസുകൾ. അപ്പോൾ ഈ കേസുകൾ കേൾക്കുമ്പോൾ തന്നെ സാമാന്യം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണെങ്കിൽ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തന്നെ നിഷ്കളങ്കനാണെങ്കിൽ അയാൾ തകർന്നു പോകും. കാരണം ഇതൊന്നും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ കൊടുക്കാമോ അതെല്ലാം നിരത്തി വെച്ചിട്ടാണ് ഈ പരാതികൾ കൊടുക്കുന്നത്. എന്നിട്ട് ചിലപ്പോൾ കൗൺസിലിങ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. എവിടെ പോയാലും പിന്നെ നിരന്തരം കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുക, മനസ്സിന് ഒരു സമാധാനവും കൊടുക്കാതിരിക്കുക, പൈസ 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 എന്ന ആർത്തി മാത്രം കാണിക്കുക. ഇതിന് പിന്നെ മകനെ കാണിക്കാതിരിക്കുക. മകനെ കാണിക്കാതിരിക്കുന്നതിലാണ് ആ അച്ഛൻ്റെ സങ്കടം മുഴുവൻ വരുന്നത്. നിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നുവെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ. നിനക്ക് കാറ് വാങ്ങണമെന്ന് ഞാൻ കരുതി കാശ് സ്വരൂപിച്ച് തുടങ്ങിയതാണ്, പക്ഷേ പിന്നെ എൻ്റെ വിഡ്ഢിത്തമോർത്ത് ഞാൻ ചിരിച്ചുപോയി എന്നൊക്കെ മകന് കത്തെഴുതി വെക്കുമ്പോൾ, മകൻ വലുതാകുമ്പോൾ ഈ കത്ത് മകൻ കാണുമോ, ഈ അച്ഛനെക്കുറിച്ച് ഓർക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ അച്ഛൻ നിഷ്കളങ്കമായി 24 പേജുള്ള കത്ത് എഴുതി വെച്ചിട്ട് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. കഴുത്തിലൊരു ബോർഡും തൂക്കിയിട്ടു, നീതി ലഭിക്കാത്തവൻ, നീതി നിഷേധിക്കപ്പെട്ടവൻ. അതുപോലെ 81 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയും. ഏതായാലും UP പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറ്റക്കാരെ, ഈ മനുഷ്യനെ ആ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകളെ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം.